പിന്നെ ലണ്ടനിലെ പാർക്കുകളുടെ മരങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞില്ലേ, എന്താ പറയുക, UK അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ ഓരോ വലിയ തടി, നല്ല വിസ്തീർണമുള്ള വലിയ മരങ്ങൾ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടാവും. നല്ല ഭംഗിയിലെ ഇലകളൊക്കെ ആയിരിക്കും അവിടുത്തെ പ്രത്യേകത. പലരുടെ പേരുകൾ നമുക്ക് അറിയില്ല കേട്ടോ. അതേപോലെ തന്നെ ഇവിടെയും പല സ്ഥലങ്ങളിലും തൊട്ടടുത്ത് ഇപ്പോൾ ഞാൻ കെനിങ്ടൺ പാർക്കിൽ പോയി എന്ന് പറഞ്ഞു. അവിടെ ഇങ്ങനെ മരങ്ങൾ ഇങ്ങനെ ഉണ്ട്. ഈ മരങ്ങളൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ ചില മരങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ 200-100 വർഷം പഴക്കമുള്ള മരങ്ങളൊക്കെയാണ്. നേരത്തെ ഞാനൊരു വാർ മ്യൂസിയത്തെ കുറിച്ച് പറഞ്ഞിരുന്നു. ആ വാർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഒരു പാർക്കിലാണ്. പാർക്കിന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി. അപ്പോൾ ആ പാർക്കിൽ ഇതേപോലെ 200 വർഷങ്ങളൊക്കെ പഴക്കമുള്ള മരങ്ങളൊക്കെ ഉള്ളത്. ഈ വായു മലിനീകരണത്തെ പ്രതിരോധിക്കാനുള്ള അതിശയകരമായ കഴിവുള്ള മരങ്ങളാണ് ഇവ എന്ന് തന്നെ പറയാൻ പറ്റും. നല്ല ശ്വസിക്കാനും മരങ്ങൾക്ക് ചുറ്റും ഒരു പ്രത്യേക പോസിറ്റീവ് വൈബ് തന്നെ ഉണ്ടാവുക. പ്ലെയിൻ ട്രീ, ഈ കാണുന്ന പ്ലെയിൻ ട്രീ ആണ്. എനിക്ക് തോന്നുന്നു ഇതാണ് പ്ലെയിൻ ട്രീ എന്നുള്ളതാണ്. അപ്പോൾ ലണ്ടൻ നഗരത്തിലെ ഏറ്റവും ഔദ്യോഗിക മരം എന്നാണ് ഈ മരം അറിയപ്പെടുന്നത്. 17ാം നൂറ്റാണ്ടിന്റെ തുടക്കം തൊട്ട് തന്നെ ലണ്ടനിൽ വ്യാപകമായി വെച്ചുപിടിപ്പിച്ച മരമാണതാണ് ഞാനിപ്പോൾ വിക്കിപീഡിയക്ക് നോക്കിയപ്പോഴേക്കും മനസ്സിലായത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലങ്ങളിൽ ഇത്തിരി വലിയ മരങ്ങൾ കാണാൻ പറ്റും. ഈ മരത്തിന്റെ പ്രത്യേകത എന്താ പറയുക, പുറന്തൊലി ഇടയ്ക്കിടയ്ക്ക് അടർന്നു പോകുന്നു. അപ്പോൾ ഈ പുറന്തൊലി ഇങ്ങനെ അടർന്നു പോകുന്നതുകൊണ്ട് തന്നെ മലിനീകരണ വസ്തുക്കൾ അതിൽ പറ്റിപ്പിടിക്കാതെ വൃത്തിയായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ഒരു സയന്റിഫിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി മരത്തിനുണ്ടെന്നുള്ളത് ഞാനിപ്പോൾ മനസ്സിലാക്കി.